തുടക്ക ഹെഡ്ഫോണോ ഇയർഫോണോ എന്തെങ്കിലും വെച്ച് മാത്രം ഒന്ന് കാണണേ, കുറച്ച് കാര്യം പറയാനുണ്ട്. Looks like Narendra Modi opening up his legs to Israel. Congratulations. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് അമേരിക്കൻ ജേർണലിസ്റ്റ് ആണ്. ഇതൊക്കെയാണ് ലോകം ഇപ്പോൾ നമ്മളെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്, നമ്മുടെ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നത്. ഇത് എക്സിൽ വൈറലായ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു വീഡിയോ ആയി മാറിയിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിയെ ഇത്ര നീചമായി അപമാനിക്കാൻ, മോശമായി പറയാൻ ആ ജേർണലിസ്റ്റിനെ അല്ലെങ്കിൽ അതുപോലെ ചിന്തിക്കുന്ന മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ അറിയാമോ? ഭയങ്കരമായൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായി. അതിഥി ദേവോ ഭവ, അതാണ് നമ്മള് അതിഥികളെ കുറിച്ച് വിശ്വസിക്കുന്ന കാര്യം. ആ നാട്ടിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ നാട്ടിലെത്തി മറങ്ങിയ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ദേന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്ത് വെച്ച് US സബ്മറൈൻ ടോർപിഡോ ചെയ്തു. ഇന്ത്യയുടെ വിശ്വാസ്യതയാണ് ഇതിന്റെ മറവിൽ എല്ലാവരും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. Of the Iranian warship IRIS Dana being sunk by an American submarine in the Indian Ocean. വിദഗ്ധർ അല്ലെങ്കിൽ സംശയാലുക്കൾ ഉയർത്ത പ്രധാന ചോദ്യങ്ങൾ: 1. US നാവികസേന ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇന്ത്യൻ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? 2. ഈ കപ്പലിന്റെ കൃത്യമായ റൂട്ട് മാപ്പ്, സഞ്ചാരപാത എങ്ങനെയാണ് അമേരിക്കയ്ക്ക് മനസ്സിലായത്? 3. ഇന്ത്യൻ അതിർത്തി വിട്ടയുടൻ സെക്കൻഡുകൾക്കകം എങ്ങനെയാണ് ഈ കപ്പൽ കൃത്യമായി ആക്രമിക്കപ്പെട്ടത്? 4. ഇത്രയും വലിയ നീചമായ, ഭീകരമായ, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നടന്നാൽ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തി അവിടെ സജീവമാകേണ്ടത്, അതിനെ ശക്തമായ ഭാഷയിൽ അപലപിക്കേണ്ടത് ഇന്ത്യയല്ലേ? ശ്രീലങ്ക എത്തിയതിനു ശേഷമാണ് ഇന്ത്യ രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് പോലും. 5. ഇന്ത്യയുടെ ഡോർ സ്റ്റെപ്പിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇത്തരം ഒരു ആക്രമണം US നടത്തുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നീലാകാശത്തിനു കീഴെ നമ്മുടെ അതിഥിയായി എത്തിയ ഒരു കപ്പൽ മുക്കിക്കളയുമ്പോൾ നമുക്കതിൽ ഉത്തരവാദിത്തമില്ലേ എന്നാണ് ലോകം ചോദിക്കുന്നത്. നമ്മൾ എന്താ മറുപടി പറയുക? നമ്മൾ എന്താ ശരിക്കും ചെയ്യുക? ഇന്ത്യക്ക് ഒന്നിനും കൃത്യമായ, വ്യക്തമായ നല്ല മറുപടികളില്ല. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാണ് നരേന്ദ്രമോദിയുടെ അവസ്ഥ. നരേന്ദ്രമോദിയുടെ വായിൽ നാക്കുണ്ടോ എന്ന് അറിയണമെങ്കിൽ വായിൽ വിരലിട്ട് ഇളക്കി നോക്കണം എന്നതാണ് അവസ്ഥ. വായിൽ വിരലിട്ട് നോക്കിയപ്പോ കേട്ടതാകട്ടെ വിചിത്രമായൊരു കാര്യമാണ്. ഇസ്രായേൽ is their fatherland and India their motherland. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? അച്ഛനത്രേ അച്ഛൻ. ആരുടെ അച്ഛൻ? നമ്മുടെ രാജ്യത്തിന്റെ വിശ്വാസ്യതയും നിലപാടുകളും ഒക്കെയാണ് ഇപ്പോൾ ലോകം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. US നാവികസേന ഇന്ത്യയെ ആക്രമിക്കാൻ ഇന്ത്യൻ തുറമുഖങ്ങൾ, പോർട്ടുകൾ ഉപയോഗിക്കുന്നുണ്ടോ? പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യം ഉയർന്നത് ഈ കപ്പൽ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിലല്ല. അമേരിക്കയുടെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായ കേണൽ ഡഗ്ലസ് മാക് ഗ്രിഗർ അമേരിക്കൻ കേബിൾ ന്യൂസ് ചാനലായ വൺ അമേരിക്ക ന്യൂസ് നെറ്റ്വർക്ക് OAN 2026 മാർച്ച് 4 ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ ബേസുകളും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹാർബർ ഇൻസ്റ്റലേഷനുകൾ നശിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യയിലേക്കും ഇന്ത്യൻ തുറമുഖങ്ങളിലേക്കും പിന്മാറേണ്ട അവസ്ഥയാണ്. അത് തീരെ അനുയോജ്യമല്ല. നാവികസേന അങ്ങനെയാണ് പറയുന്നതെന്ന്. Our bases have been destroyed. Our harbor installations are destroyed. We're actually having to fall back on India and Indian ports, which are less than ideal. That's what the Navy says. And I think Iran, much to our disappointment, is faring very, very well. The question is, how long can we keep this up? ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചു. സ്വാഭാവികമാണ്. മാഗ്രിഗർ മുൻ US പ്രതിരോധ സെക്രട്ടറി അഡ്വൈസർ ആയിരുന്നു. US ഇറാൻ യുദ്ധത്തിന്റെ 6ാം ദിവസമാണ് മിഡിൽ ഈസ്റ്റിലെ US ബേസുകൾ നശിപ്പിക്കപ്പെട്ടതിനാൽ നാവികസേന ഇന്ത്യൻ പോർട്ടുകൾ ഉപയോഗിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വലിയ ചർച്ചയാകുന്നത് ഇപ്പോ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഐറിസ് ദേന ആക്രമിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വീണ്ടും സ്വാഭാവികമായും ചർച്ചയായി. പ്രത്യേകിച്ച് ദേന വിശാഖപട്ടണം ഇന്ത്യൻ പോർട്ട് സന്ദർശിച്ച ശേഷം മടങ്ങുന്നതിനിടെയാണ് ആക്രമണം നടന്നത് എന്നതിനാൽ വലിയ ചൂടൻ ചർച്ചകളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. Practically blasted into 2 pieces by an American torpedo fired from a nuclear-powered attack submarine in the Indian Ocean. സംഭവം നമുക്ക് വിശദമായിട്ട് നോക്കാം. 2026 മാർച്ച് 4 പുലർച്ചെ ശ്രീലങ്കയുടെ തെക്കൻ തീരമായ ഗാലയിൽ നിന്ന് ഏകദേശം 40 നോട്ടിക്കൽ മൈൽ, ഒരു 74 കിലോമീറ്റർ തെക്ക് അന്താരാഷ്ട്ര ജലാശയത്തിൽ വെച്ചാണ് ഇറാൻ നാവികസേനയുടെ ഫ്രിഗേറ്റ് ഐറിസ് ദേന എന്ന ഭീമൻ സ്ഫോടനത്തിനിടയാവുന്നത്. US നാവികസേനയുടെ ഒരു ഫാസ്റ്റ് അറ്റാക്ക് സബ്മറൈനിൽ നിന്നുള്ള MK-48 ഹെവി വെയ്റ്റ് ടോർപിഡോ ആക്രമണമാണ് കപ്പലിനെ മുക്കിക്കളഞ്ഞത്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം US സബ്മറൈൻ ഒരു ശത്രു യുദ്ധക്കപ്പലിനെ ടോർപിഡോ കൊണ്ട് ചെയ്യുന്ന ആദ്യത്തെ സംഭവമാണിത്.
ഈ യുദ്ധക്കപ്പലിൽ 137 നാവികരുണ്ടായിരുന്നു. ഏകദേശം 87 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. 32-37 പേരെയൊക്കെ രക്ഷിക്കാൻ പറ്റി. ബാക്കി ആളുകൾ മിസ്സിംഗ് ആണ്, മരിച്ചോ ജീവിച്ചിരിക്കുന്നു എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. ഈ കപ്പല് 2026 ഫെബ്രുവരി മധ്യത്തോടെ ഒരു ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച്, പ്ലീസ് നോട്ട് ദ പോയിന്റ്, ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക ക്ഷണപ്രകാരം വിശാഖപട്ടണത്തെത്തി. ഇന്ത്യ സംഘടിപ്പിച്ച മിലാൻ 2026 എന്ന ബഹുരാഷ്ട്ര നാവികാഭ്യാസം, പിന്നെ ഇന്റർനാഷണൽ ഫ്ലീറ്റ് റിവ്യൂ IFR എന്ന് പറയുന്നതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയാണ് അവരെ വിളിച്ചു വരുത്തിയത്. ഫെബ്രുവരി 15 മുതൽ 25 വരെ നീണ്ടുനിന്ന ഈ അഭ്യാസ പ്രകടനത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള 42 കപ്പലുകൾ, 29 വിമാനങ്ങളൊക്കെ പങ്കെടുത്തു. ഈ പ്രോഗ്രാമിന്റെ തീം എന്ന് പറയുന്ന കോമറേഡറി, കോപ്പറേഷൻ, കൊളാബറേഷൻ, സൗഹൃദം, സഹകരണം, സഹവർത്തിത്വം. ഇത് രസാ കേൾക്കാനല്ലേ. എന്നിട്ട് എന്താണ് ആ കപ്പലിന് സംഭവിച്ചത്? ആ കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് കഴിഞ്ഞു പോകുമ്പോൾ. ഇന്ത്യൻ നാവികസേന ഐറിസ് ദേനയെ ലോങ് സ്റ്റാൻഡിംഗ് കൾച്ചറൽ ലിങ്ക്സ്, ഇന്ത്യയുമായിട്ടുള്ള ദീർഘകാലമായ സാംസ്കാരിക ബന്ധത്തിനെ പ്രതിഫലിപ്പിക്കുന്ന അതിഥിയായിട്ട്, VIP അതിഥിയായിട്ടാണ് സ്വാഗതം ചെയ്ത് എത്തിച്ചത്. ഇന്ത്യയുമായി ഇറാനുള്ള ചരിത്ര ബന്ധം അത്രയ്ക്കും വലുതാണ്. ഏകദേശം ഒരു 15 ദിവസം ഇന്ത്യയിൽ തങ്ങി ഫെബ്രുവരി 25 ശേഷമാണ് കപ്പൽ ഇറാനിലേക്ക് മടക്കയാത്ര ആരംഭിച്ചത്. പക്ഷേ ഈ മടക്കയാത്രയിൽ ഇത്രയും വലിയ അപ്രതീക്ഷിതമായൊരു ദുരന്തം ആ കപ്പലിനെ കാത്തിരിക്കുന്നുണ്ടെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആർക്കും അറിയില്ല എന്നുള്ള ആർക്കെങ്കിലും അറിയായിരിക്കും. കപ്പൽ ആക്രമിക്കപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് മാർച്ച് 4 പുലർച്ചെ 5 മണിക്ക് തൊട്ടാണ്. ദേനയിൽ നിന്നൊരു ഡിസ്ട്രസ് കോൾ വരികയാണ്. കപ്പലിൽ സ്ഫോടനം നടന്നു, ടോർപിഡോ ചെയ്യപ്പെട്ടു എന്ന്. US സബ്മറൈൻ, അതെന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് അറ്റാക്ക് ക്ലാസ്സിൽപ്പെട്ടാണ്. ചില റിപ്പോർട്ടുകളിലൊക്കെ പറയുന്നത് ലോസ് ഏഞ്ചൽസ് ക്ലാസ് USS ചാർലറ്റ് ആണ് ഈ സാധനം, സബ്മറൈൻ എന്നാണ്. അതിൽ നിന്നും ഫയർ ചെയ്ത MK-48 അഡ്കാപ്പ്, അഡ്വാൻസ്ഡ് കേപ്പബിലിറ്റിയുള്ള ടോർപിഡോ കപ്പലിന്റെ പിൻഭാഗത്ത് തട്ടി. ടോർപിഡോയുടെ ശക്തിയിൽ കപ്പലിന്റെ ഹള്ള് പൊട്ടി. സ്ഫോടനം കപ്പലിനെ വെള്ളത്തിന് മുകളിലേക്ക് മല പോലെ വെള്ളവും കപ്പലും കൂടെ ഉയർന്നു. പെട്ടെന്ന് മുങ്ങിത്താണു. കപ്പൽ അക്ഷരാർത്ഥത്തിൽ തലകീഴായി മറിഞ്ഞ് മുങ്ങിപ്പോയി ഇതിന്റെ അടിയിൽ. ഈ സംഭവത്തിൽ നരേന്ദ്രമോദിയെ തോന്നിയാസം പറയുന്നതിലേക്ക് എത്തിച്ച കാര്യം എന്ന് പറയുന്നത് ഫെബ്രുവരി 15 മുതൽ 25 വരെ വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേനയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കപ്പൽ ഇന്ത്യയിലെത്തി മടക്കയാത്രയിൽ ആക്രമിക്കപ്പെട്ടു എന്നതും അതിലുള്ള പിന്നീടുള്ള ഇന്ത്യയുടെ പ്രതികരണങ്ങളിൽ ആളുകൾക്ക് തൃപ്തി വരാത്തതുമാണ്. വിശദമായി കൃത്യം പറഞ്ഞ ആളുകൾക്ക് മനസ്സിലാവും, പറയുന്നില്ല. മുൻ US പ്രതിരോധ സെക്രട്ടറി അഡ്വൈസറുടെ അഭിമുഖവും വിവാദ പരാമർശവും ആളുകൾ ഇതിനോട് കൂട്ടി വായിക്കുന്നു. എന്നാൽ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഫെബ്രുവരി 25 ഞങ്ങളെ പരിപാടി തീർന്നു, കപ്പൽ ഇറാനിലേക്ക് മടങ്ങാൻ തുടങ്ങി, അതിനാൽ ഇന്ത്യയുടെ അതിഥി അല്ല അന്ന് മുതൽ ആ സ്റ്റാറ്റസ് അവസാനിച്ചു എന്നാണ്. പിന്നെ ആക്രമണം നടക്കുമ്പോൾ ഈ US ഇറാൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം കപ്പൽ ഇന്ത്യയോട് പ്രത്യേക സഹായം ഒന്നും അഭ്യർത്ഥിച്ചില്ല. അല്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല എന്നാണ് സർക്കാർ സ്റ്റാൻഡ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കപ്പലിൽ നിന്നും ഡിസ്ട്രസ് കോൾ വന്നപ്പോൾ ആദ്യം ശ്രീലങ്ക രക്ഷാപ്രവർത്തനത്തി. കുറച്ച് വൈകി ഡിസ്ട്രസ് കോളിനോട് പ്രതികരിച്ച് സമാധാനപരമായി ഇന്ത്യൻ നാവികസേനയും വിമാനങ്ങളും കപ്പലുകളും രക്ഷാപ്രവർത്തനത്തിനായി മെല്ലെ എത്തിയെന്നും വാർത്തകളിൽ കാണുന്നു. എന്നാൽ ഈ US ഇറാൻ യുദ്ധം ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് എത്തിയെന്നതായി, ദുബായിൽ നടക്കുന്ന അതേ കാര്യം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിയെന്നതാണ് സത്യാവസ്ഥ. ഇറാനിയൻ നാവികസേനയെ തകർത്ത് എണ്ണ വിതരണ പാതകൾ സുരക്ഷിതമാക്കാനുള്ള US തന്ത്രത്തിന്റെ ഒരു ഭാഗമാണ് ഈ ഭീകരമായ ആക്രമണം. പക്ഷെ ഇതൊരു സാധാരണ നാവിക ദുരന്തത്തിനപ്പുറം പലവിധ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി ഇന്ത്യക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിശ്വാസ്യതയാണ് ആളുകൾ ചോദ്യം ചെയ്തത്. ഇറാൻ സ്വന്തമായി നിർമ്മിച്ച 1500 ടൺ ഭാരമുള്ള ഈ ആധുനിക യുദ്ധക്കപ്പൽ, ആന്റി ഷിപ്പ് മിസൈലുകളുണ്ട്, ആന്റി എയർക്രാഫ്റ്റ് സിസ്റ്റങ്ങളുണ്ട്, ടോർപിഡോകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആയുധ സജ്ജീകരണങ്ങളുമായിട്ടാണ് ഇന്ത്യയിൽ പ്രദർശനത്തിനെത്തിയത്. ഇറാൻ നാവികസേനയുടെ പ്രധാന ശക്തികളിൽ ഒന്ന് തന്നെയാണ് ഈ കപ്പൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ദീർഘദൂര ഓപ്പറേഷനുകൾക്ക് ഉപയോഗിക്കുന്ന കപ്പലായിരുന്നു. അതിനെയാണ് നിമിഷങ്ങൾക്കകം മുക്കിക്കളഞ്ഞത്. നിങ്ങൾ ഈ വാർത്ത കേട്ടിരുന്നോ, അതോ ഇപ്പോഴാണോ നിങ്ങൾ ഇത് അറിയുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഈ ഡിയാഗോ ഗാർഷ്യ എന്ന് കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US ബ്രിട്ടീഷ് സൈനിക ബേസാണ് ഡിയാഗോ ഗാർഷ്യ എന്ന് പറയുന്നത്. ശ്രീലങ്കയിൽ നിന്ന് ഏകദേശം ഒരു 1000-1600 കിലോമീറ്റർ ദൂരമുള്ള ഈ ബേസ് എന്ന് പറയുന്നത് US സബ്മറൈനുകളുടെ പ്രധാന ഹബ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇങ്ങനെ ഒരു US ഹബ് ഉണ്ട്. ദേന വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെട്ട നിമിഷം മുതൽ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ച് ആക്രമണം നടക്കുന്നത് വരെ ഈ ഓപ്പറേഷനുകളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി അമേരിക്കയെ സഹായിച്ച ഈ ബേസിലെ ഇന്റലിജൻസ്, സർവേലൻസ്, റെക്കഗ്നൈസസ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്, അവിടെ നിന്നായിരിക്കാം കപ്പൽ ആക്രമിക്കാനുള്ള സബ്മറൈൻ പുറപ്പെട്ടതെന്ന് ഇപ്പോൾ പലരും പറഞ്ഞു കേൾക്കുന്നു, വാർത്തകളിൽ കാണുന്നു. സ്ഥിരീകരണമില്ല. In which a torpedo fired by an American submarine triggers a massive explosion that took down the vessel. സംഭവം ലളിതമായിട്ട് പറഞ്ഞാൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ ഫെബ്രുവരി പകുതിയോടെ ഇന്ത്യയിലെത്തി. ഫെബ്രുവരി 25 മിലൻ 26 സമാപിക്കുന്നു. ഇന്ത്യയിൽ കൊച്ചിയിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സ്റ്റോപ്പ് നിർണയിച്ചുകൊണ്ട് ദേന ഇറാനിലേക്കുള്ള മടക്കയാത്രയ്ക്ക് വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെടുന്നു. കൊച്ചി വഴി 2026 മാർച്ച് 4 പുറച്ചെ 6 5 മണിക്ക് ശ്രീലങ്കയിലെ ഗാലിന് തെക്ക് ഏകദേശം 20-40 നോട്ടിക്കൽ മൈൽ അകലെയുള്ള അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിൽ വെച്ച് അമേരിക്കൻ സബ്മറൈനിൽ നിന്നുള്ള മാർക്ക് 48 ടോർപിഡോ ഏറ്റ് ദേന തകർക്കപ്പെടുന്നു.
2026 മാർച്ച് 4 വൈകുന്നേരം കപ്പൽ തകർന്നു എന്ന വിവരം അമേരിക്കൻ പ്രതിരോധ വകുപ്പ് സ്ഥിരീകരിക്കുന്നു. ലോകമഹായുദ്ധത്തിന് ശേഷം അമേരിക്കൻ അന്തർവാഹിനി നടന്ന ആദ്യ ടോർപിഡോ ആക്രമണമാണെന്ന് അമേരിക്ക തന്നെ പറയുന്നു. 2026 മാർച്ച് 5 തിരച്ചിൽ നടക്കുന്നു, രക്ഷാപ്രവർത്തനം നടക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ INS തരംഗിണി, INS ഇഷ്ക് എന്നീ കപ്പലുകളൊക്കെ, ദീർഘദൂര നിരീക്ഷണ വിമാനങ്ങളൊക്കെ അങ്ങോട്ട് പോകുന്നു. ഏതാണ്ടൊക്കെയോ രക്ഷാപ്രവർത്തനം നടത്തുന്നതായിട്ട് കാണുന്നു. മുങ്ങിയത് ഇറാൻ കപ്പലാണ്, മുക്കിയത് US ആണ്. എന്നാൽ തെറി മുഴുവൻ കേൾക്കുന്നത് നരേന്ദ്രമോദിക്കാണ്. കാരണം എന്താ? മോദിയുടെ അച്ഛനാണത്രേ ഇസ്രായേൽ. ഇയാളൊക്കെ വേറെ നമ്മൾ എന്താ പറയാ? Israel is their fatherland and India their motherland.